യെസ് ഗൈസ്, നമ്മൾ വേൾഡ് കപ്പ് ഫൈനൽ കാണാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പയ്യന്മാരെല്ലാം റെഡിയാക്കിയ സെറ്റപ്പാണ്. യെസ്, സോ വി ആർ ഗോയിങ്. ലക്ഷ്മി അമ്മാൾ, ലക്ഷ്മി അമ്മാൾ, വരൂ വരൂ, ഓക്കെ, കേറ്റു കേറ്റു. കളിയെ പറ്റി എന്താണ്? ഹാഫ് ടൈം ആയിട്ട് ഗോളൊന്നും ആയിട്ടില്ല. എന്താണ് പറയാനുള്ളത്? 80 മിനിറ്റ് കഴിയട്ടെ. അയ്യോ, അഭിനയിക്കണ അഭിനയല്ല, 80 മിനിറ്റ് കഴിഞ്ഞാലേ കളി പറ്റും. 80 മിനിറ്റ് കഴിയട്ടെ, സമയമുണ്ട്. അത് നിന്റെ കൈ ഞാറ് പൊലിച്ചേ മക്കള് വന്ന് കൊയ്തെടുത്തേ, തമ്പ്രന്റെ മക്കള് കൊയ്തെടുത്തേ. അഭിനയൊന്നും അല്ലടാ. പ്രൊജക്ടർ ഓഫ് ആയിട്ട് നമ്മള് ഫോണില് ഷക്കീറയുടെ ഡാൻസ് കാണാൻ. അവിടെ നിന്ന് മേടിച്ചത് ഞാൻ മറന്നുപോയി. ഇതിന്റെ കേസ് കളയരുത്. മെഴുകാടാ ഇത്. ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹാഫ് ടൈം ആയിട്ട് രണ്ട് ടീമിന് ഒരു ഗോളും അടിച്ചിട്ടില്ല. ചെറുക്കൻ പോയി പാപ്പം വാങ്ങിച്ചുകൊണ്ടുവന്ന് കണ്ണ് പൊളിക്കണം. 67 മിനിറ്റായി. രണ്ടുപേരും ഒരു ഗോൾ അടിച്ചിട്ടില്ല. എന്താണ് പറയുന്നത്? 80 മിനിറ്റ് കഴിയുമ്പോൾ അർജന്റീന പറയണത്. ഞാൻ പറയുന്ന ഒരു ടാപ്പിൻ ഗോൾ, ഒരു 90 മിനിറ്റ് ഒക്കെ ആവാനും സ്പെയിന് ഒരൊറ്റ ഗോൾ ടാപ്പിൻ ഗോളിന് കളിക്കുന്നു. 67 മിനിറ്റായുള്ളൂ. ഫുൾ ടൈം ഏകദേശം 90 മിനിറ്റ് കംപ്ലീറ്റ് ആയി. ഒറ്റയാണോ ഗോൾ അടിച്ചിട്ടില്ല. അതിൽ എല്ലാത്തിനും ഞാൻ പിടിക്കും. ലക്ഷ്മി അമ്മ 30 മിനിറ്റ് തീർന്നവരുണ്ട് കളി. ഒരു ഗോൾ അമ്പത് ബാളല്ലേ തൊട്ടുള്ളൂ അർജന്റീന. 50 ബാളും അതിൽ കൂടുതൽ ആളെയാണ് പിടിച്ചിട്ടുള്ള. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? അർജന്റീന, അർജന്റീന. അവിടെ ഇരിപ്പില്ലായിരുന്നു. ഇല്ലല്ലേ, നിനക്ക് പെണ്ണ കല്യാണം കഴിക്കാനുള്ള അർജന്റീന ജയിക്കോ? ജയിക്കോ? എന്തോന്ന് വലിച്ച കളിയാണ് കളിക്കുന്നത്. ഓൾറെഡി ഒരു ഗോൾ അടിച്ച് അത് കൊടുത്തില്ല. അത് ഞാൻ എവിടെ കിടന്ന് വൻ സെലിബ്രേഷൻ ആയിരുന്നു. അത് തേങ്ങ കുടിച്ചില്ല. എന്തിനാണ് കാണിക്കുന്നത്? എനിക്കറിഞ്ഞു ഇതെന്തോ പറയുന്നത്. എന്ത് ഗോൾ അടിച്ചിട്ട് ഗോളും കൊടുക്കണില്ല, തേങ്ങ കൊടുക്കണില്ല. എന്നിട്ട് എന്തൊക്കെ കാണിക്കുന്നത്? VAR നോക്കണ്ട, ഒരു തേങ്ങ നോക്കണ്ട. അളിയ നീ ഊരണേന്ന് നല്ലത്. കൂട്ടുകാരനായിട്ട് ഞാൻ ഒഴിവാക്കുന്നില്ല. കമന്റ് എന്തിനു പറയണേ? മോശം, വളരെ മോശം. റൊണാൾഡോ ഫാനാണ് പറയണത്. റൊണാൾഡോ ഫാൻ എന്തോന്ന് കളിയുടെ കമന്റ് ഗോൾ തരും നമുക്ക്. ഗോൾ തട്ടോ.
യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന് വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. എന്താണ് പറയാനുള്ളത്? റൊണാൾഡോ ഫാൻ്റെ സന്തോഷം. പോടാ എന്റെ വീട്ടിൽ പോടാ. സിമ്പ് കയറ്റിയിട്. പോർച്ചുഗലാണ്. പേര് പോലും കേൾക്കാനില്ല. ഇവിടുത്തെ 4 സ്റ്റാറിന്റെ ജേഴ്സി ഓർഡർ ചെയ്തേക്കുന്നു. 4 സ്റ്റാറിന്റെ അളി നോക്കട്ടെ. 3 സ്റ്റാർ പോലില്ലാത്ത സംസാരിക്കട്ടെ. 5 സ്റ്റാർ. ഇപ്പൊ 2 ആവും. 4 ബുക്ക് ചെയ്തേക്കണത്. നല്ല കളിയായിരുന്നു കാര്യം. നല്ല അടിപൊളി കളിയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 1000 പാസം കണ്ട് ചെയ്തെന്ന് തോന്നുന്നു. സ്പെയിൻ മാത്രം മെസ്സിക്ക് ബാള് കിട്ടിയില്ല, വേറെ ആർക്കും ബാള് കിട്ടിയില്ല. റിയൽ ഫുട്ബോൾ, നൈസ് ഫുട്ബോൾ കണ്ടോണ്ടിരിക്കാൻ തന്നെ ക്ലാസ് സാധനം. അടിപൊളി കണ്ടോണ്ടിരിക്കുന്ന നമുക്കിങ്ങനെ ലാസ്റ്റ് സെക്കൻഡിലൊക്കെ ചെയ്യായിരുന്നു. ബട്ട് ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ് എന്ന് പറയാൻ അറിയത്തില്ല. സോ ഹാപ്പി. സോ വാട്ട്സ്ആപ്പ് പീപ്പിൾ, സോ നിങ്ങൾ കണ്ടാണൊക്കെ തന്നെ സ്പെയിൻ വിൻ ദ മാച്ച്. ബട്ട് യുനോ ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലിയർ സംതിങ്. ഞാനൊരിക്കലും എന്താണ് മെസ്സി ഹെയ്റ്ററൊന്നും അല്ല. മെസ്സി ഹെയ്റ്റർ അല്ല. ഞാൻ റൊണാൾഡോ ഫാനും അല്ല. റൊണാൾഡോയ്ക്ക് കിട്ടിയില്ല അതുകൊണ്ട് മെസ്സിക്കും കിട്ടേണ്ട അങ്ങനെയൊന്നുമല്ല. ഞാൻ നെയ്മർ ഫാനാണ്. ആൻഡ് എനിക്കൊരിക്കലും മെസ്സി അങ്ങനെ വെറുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിക്ക് ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഫൈനലിൽ നടന്നതെന്ന് പറയുമ്പം ഇറ്റ്സ് ക്ലിയർലി നോട്ട് ഫുട്ബോൾ, ഇറ്റ്സ് ഗുസ്തി. ഓക്കെ, ഗുസ്തിയാണ് നടന്നത്. അർജൻറ്റീനയ്ക്ക് ഏകദേശം ഒരു 5 യെല്ലോ കാർഡ്, ഒരു റെഡ് കാർഡും അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ സ്പെയിനിൽ ഒരു കാർഡ് പോലും കിട്ടുന്നില്ല. അവർക്ക് യെല്ലോയോ റെഡോ ഒന്നും കിട്ടുന്നില്ല. അവർ സിമ്പിളായിട്ട് ബാൾ എടുക്കുന്നു, കളിക്കുന്നു, എടുക്കുന്നു. ഇത് തന്നെ അവസ്ഥ. അപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം. ഓക്കെ, ആക്ച്വലി പറയണ അടിപൊളി ഗെയിമായിരുന്നു. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി വേർത്ത് ഇറ്റ്. ഏകദേശം ഒരു 3-4 മണി വരെ ഇരുന്ന് കണ്ടതിൻ്റെ ഒരു വേർത്ത് അതിനുണ്ട് എന്തായാലും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ഫാൻസ് അർജൻറ്റീന. ഞാൻ കേരളത്തിലുള്ള പയ്യന്മാരെയേ അല്ല പറയുന്നത്, അല്ലാതെ പുറത്തുള്ള എനിക്ക് ഇവിടെയുള്ള പയ്യന്മാർക്ക് പിന്നെയും ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉള്ളവന്മാരാണെങ്കിൽ സ്വന്തം രാജ്യത്തിലെ ആളുകൾ തന്നെ മറ്റുള്ള കൺട്രിയുടെ ഫ്ലാഗ് കത്തിക്കുക, അതിൽ തുപ്പുക, ഫുള്ള് റേസിസ്റ്റ് പരമായി സംസാരിക്കുക, ഫുള്ള് റേസിസം, ഫുള്ള് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം അവർക്ക് തീരെയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം അതൊക്കെ കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയല്ല, തോക്കണം. സത്യം, ഞാൻ ഫസ്റ്റ് ടൈമാണ് അർജൻറ്റീന അങ്ങനെ എന്താണ് കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ, മെസ്സി അടിച്ചപ്പോൾ. പക്ഷേ ഇത്തവണ എനിക്ക് പുറത്താവണമെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. ഓക്കെ, കളിക്കുന്ന രീതിയാണെങ്കിലും അവരെ ഓൺ ഫാൻസ് ആണെങ്കിലും, കേരളത്തിലല്ല പുറത്ത് ഓൺ ഫാൻസ് ആണെങ്കിലും അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് മറ്റുള്ള ടീമിനെയും അവരെ ഫാൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്ത്. സോ അപ്പോൾ അത് കണ്ടപ്പം ഒരിക്കലും അർജൻറ്റീന കപ്പടിക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. ഓക്കെ, സോ ഇതെന്തായാലും നല്ല വൃത്തിക്ക് എല്ലാവരും അടിപൊളിയായിട്ട് കിടന്നുറങ്ങുമെന്ന് എനിക്കറിയാം. കാരണം അത് മെസ്സി ഹെയ്റ്റർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ടോ ഒന്നുമല്ല. കാരണം ഇത്ര വൃത്തികെട്ട രീതിയിൽ കളിച്ച അർജൻറ്റീന കപ്പടിച്ചില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ, ഇത്ര വൃത്തികെട്ട ഫാൻസുള്ള ടീം കപ്പടിച്ചില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതിലൊരാളാണ് ഞാനും. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ആക്ച്വലി നല്ല ഹാപ്പിയാണ്. ഏകദേശം ശബ്ദമൊന്നുമില്ല. അവിടെ കിടന്ന് ഗ്രൗണ്ടിൽ കിടന്ന് പൊളന്ന് ഏകദേശം ശബ്ദമൊന്നുമില്ല. യാ, ഐ എം സോ ഹാപ്പി. അതാണ് എനിക്ക് ജസ്റ്റ് ലാസ്റ്റ് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. ദാറ്റ്സ് ഓൾ. അപ്പോൾ യാ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ഇനിയും വീഡിയോസ് കാണും. സോ യാ, I'll keep you updated. Okay.
ബൈ.